ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള മൈക്രോസ്കോപ്പുകൾ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻസുകൾ എന്താണ്, അതിലുള്ള മിനിമം വേണ്ട ലെൻസുകൾ എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സോഴ്സ് ലൈറ്റ് ആണ്, വേവ്സ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ലൈറ്റ് സോഴ്സ് ആയിട്ട്. രണ്ടാമത്തേത് അതിനെ ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെൻസുകളാണ്, ഒപ്റ്റിക്കൽ ലെൻസുകളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നുള്ളതാണ്. In order to increase the resolution power and in order to increase the magnification power, we will use a wave which have shorter wavelength than the light. അപ്പൊ ഇവിടെ ലൈറ്റ് വേവിനേക്കാളും വേവ് ലെങ്ത് കുറവുള്ള ഒരു ഇലക്ട്രോൺ ബീം, ആക്സലറേറ്റഡ് ഇലക്ട്രോൺ ബീം ആണ് നമ്മൾ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. Then instead of optical lens, we are using circular electromagnetic lens. ഇതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി വർക്കിംഗ് ഒക്കെ ഏകദേശം സിമിലർ ആണ്. ഡിഫറൻസ് വരുന്നത് we are using a beam of accelerated electron which have shorter wavelength as a source of illumination for observing object at greater magnification and greater resolving power. And usually this beam of electron is focused by circular electromagnetic lens instead of optical lens. And there are two types of electron microscope, that is transmission electron microscope or TEM and scanning electron microscope or SEM. And these are discovered by German engineers Max Knoll and Ernest Ruska. Ruskനെ കുറിച്ച് നമ്മൾ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡിസ്കവറി ചെയ്തത് ഈ റുസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എന്നുള്ളത്. ഓക്കെ, so this is the difference between light microscope and electron microscope. Here we are using an visible light source. Instead, here using a tungsten filament for electron source. Instead of condenser light, which is used to focus this visible light, we are using condenser magnet lens. And here specimen, ഇവിടെ നമ്മൾ സാധാരണ ഗ്ലാസ് സ്ലൈഡിലാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അതിന് വീണ്ടും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ദെൻ ഐ പീസ് ലെൻസ് ഉണ്ട്. ഫൈനലി ഇമേജ് ക്യാൻ ബി വിസിബിൾ ഇൻ ഐ, ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂഷ്വലി ദീസ് ആർ വിസിബിൾ ഓൺ ആൻ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. നമുക്ക് ഡയറക്റ്റ് കണ്ണിലല്ല കാണാൻ പറ്റുക, അതിന് പകരം ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നമുക്ക് ഫോട്ടോ ആയിട്ടാണ് നമുക്ക് ഒബ്സർവേഷൻസുകൾ എടുക്കാൻ പറ്റാതെ. നമ്മൾ ഡിജിറ്റൽ ആവുന്ന സമയത്ത് നേരിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലും എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഈസി ആണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. Now what is the principle of electron microscope? First of all, we have to generate an beam of electron by suitable source. Usually tungsten filament ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് യൂസ് ചെയ്തിട്ട് ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അല്ലെങ്കിൽ then this produced beam of electron is accelerated through an high voltage and passes through a system of aperture and an electromagnetic lens to produce a thin beam of electron. Optical compound microscope-ൽ നമ്മൾ കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിനെ എങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നോ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക് ബീമിനെ ഒരു തിൻ ബീമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിനെയാണ് ഡയറക്റ്റ് ആയിട്ട് സ്പെസിമെനിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യിക്കുന്നത്. അങ്ങനെ സ്പെസിമെനിന്ന് കിട്ടുന്ന ഇനി ബാക്കിയുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ട് മൈക്രോസ്കോപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ സ്പെസിമെനിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ മെഷർ ചെയ്യുന്നു. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണെങ്കിൽ സ്പെസിമെനിന്ന് റിലീസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ഇലക്ട്രോൺ ബീംസുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ transmission electron microscope and scanning electron microscope. Okay, so that is the principle of electron microscope. ഇനി എന്താണ് ഇതിന്റെ കമ്പോണൻസ് എന്നുള്ളതാണ്. ഇലക്ട്രോൺ ഗം, യൂഷ്വലി ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് ഇലക്ട്രോൺ ഗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Then we should have an electron column through which the electron beam is passing. Then electromagnetic lens system. Then detector, usually X-ray energy dispersive spectroscopic detectors are used. ചില സമയത്ത് നമുക്ക് അതിൽ വാട്ടർ ചില്ലിംഗ് സിസ്റ്റം, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അത് കുറക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. Then specimen and sample chamber.
main control panel and operation panel, then image captured by photographic plate. These are the different components of electron microscope. Okay, electron microscope 5 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന സമയത്ത്. നിർബന്ധമായിട്ടും നമ്മൾ അതിന്റെ പാർട്സുകൾ എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, അത് ലാബിൽ ചെയ്യുകയും വേണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കമ്പോണൻസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. വളരെ സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റുന്നത് ആണ്. ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്, then ഒരു കണ്ടൻസർ ലെൻസ് ഉണ്ട്. കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സർക്കുലർ ആണെന്ന് മനസ്സിലാക്കുക. അതിന്റെ സെന്ററിലൂടെയാണ് ഇലക്ട്രോൺ ബീം പാസ് ചെയ്യിക്കുക. അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഹോളോ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ദെൻ കണ്ടൻസർ അപ്പർച്ചർ ഉണ്ട്, അതിന്റെ മുകളിൽ സാമ്പിൾ നമ്മൾ വെക്കും. സാമ്പിൾ ഒബ്ജക്റ്റീവ് ലെൻസിലോട്ട് അതിൻ്റെ ഇത് വരും. ദെൻ പ്രൊജക്റ്റീവ് ലെൻസ്, ദെൻ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ അതിന്റെ ഒബ്സർവേഷൻ കിട്ടും. ദിസ് ഈസ് എൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് വരക്കാം. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഇൻസ്റ്റെഡ് ഓഫ് ഒപ്റ്റിക്കൽ ലെൻസ് വി ഹാവ് ടു റീപ്ലേസ് മാഗ്നറ്റിക് ലെൻസ്. നമ്മൾ ആ സ്ട്രക്ചർ വരക്കുന്ന സമയത്ത് ഒപ്റ്റിക് ലെൻസ് എഴുതുന്നിടത്തൊക്കെ എഴുതിയിടത്തൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ അതിന്റെ റെസൊല്യൂഷൻ പവർ എന്ന് പറയുന്നത് 0.2 to 0.5 നാനോമീറ്റർ ആണ്. അത്രയും 0.2 to 0.5 into 10⁻⁻⁹ ഇത്രയും അടുത്തുള്ള രണ്ട് പോയിന്റുകളെ തമ്മിൽ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സമയത്ത് അതിന്റെ റെസൊല്യൂഷൻ പവർ കുറവാണ്, പക്ഷെ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ 3D വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിന്റെ 3D സ്ട്രക്ചർ ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, SEM എന്ന് പറയുന്നത്. ഓക്കെ, നൗ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഹീറ്റഡ് ടങ്സ്റ്റൺ ഫിലമെന്റ് ഉണ്ട്, അതിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ കണ്ടൻസർ മാഗ്നറ്റിക് ലെൻസുകൾ യൂസ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പോലെ സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റില്ല. കാരണം ഇവിടെ ഇലക്ട്രോൺ ബീമാണ്. ആ ഇലക്ട്രോൺ ബീം ഒരു ട്യൂബിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും വാക്വം ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു പാർട്ടിക്കിൾ വരുന്നില്ല, വേറെ ഒന്നിന്റെയും ഫ്ലോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വാക്വം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഹൈ വാക്വത്തിന്റെ അകത്ത് മാത്രമാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത് മൊത്തത്തിൽ എൻക്ലോസ് ചെയ്ത ഒരു കേസിന്റെ അകത്ത്, വാക്വം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസിന്റെ അകത്ത് നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഉള്ളിലൂടെ ഈ സ്പെസിമെന്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെയാണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്പെസിമിന്റെ അകത്തുകൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഇലക്ട്രോണിനെയാണ് ഡിറ്റക്ടേഴ്സുകൾ സെലക്ട് ചെയ്ത് അത് ഇലക്ട്രിക് സിഗ്നലുകളായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആയിട്ടൊക്കെ അത് മാറ്റുന്നത്. ഇപ്പൊ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺ ആണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഇനി എങ്ങനെയായിരിക്കും ഒബ്സർവേഷൻ എന്നുള്ളതാണ്. ഒബ്സർവേഷൻ നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അതിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വാല്യൂ. ഡെൻസർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഡാർക്കർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇലക്ട്രോൺ ട്രാൻസ്പാരന്റ് റീജിയൻ ആണെന്നുണ്ടെങ്കിൽ സെല്ലിന്റെ തന്നെ ചില പാർട്ടിലൂടെ ഇലക്ട്രോൺ അതിന്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റഡ് ആവും, ചിലത് അത് ട്രാൻസ്മിറ്റഡ് ആവാത്തതായിരിക്കും. അപ്പൊ ട്രാൻസ്മിറ്റഡ് ആവുന്ന ഏരിയ ഇലക്ട്രോ ട്രാൻസ്പാരന്റ് ഏരിയ ലൈറ്റ് കളർ ആയിട്ടും അങ്ങനെ ട്രാൻസ്പാരന്റ് അല്ലാത്ത ഏരിയ ഡാർക്കർ ആയിട്ടും, ഡെൻസർ ഏരിയ ഒക്കെ എപ്പോഴും ഡാർക്കർ ആയിട്ടായിരിക്കും ഒബ്സർവേഷനിൽ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഒബ്സർവേഷനിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്കൊരു സ്പെസിമെൻ സ്റ്റഡി ചെയ്യുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ട് ഒരു സ്പെസിമിനെ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്കൊരു സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അത് 20 to 100 നാനോമീറ്റർ തിക്നെസ് ഒക്കെ വരെയുള്ള അത്രയും തിന്നായിട്ട് നമുക്ക് അതിനെ എടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ അങ്ങനെ സൈസ് പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. 20 to 100 നാനോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് ബാക്ടീരിയയുടെ 1/5 സൈസിലോട്ട് നമ്മൾ ഇതിന്റെ സൈസ് ചെറുതാക്കണം. അപ്പോൾ മാത്രമാണ് ഒരു വൃത്തിയുള്ള സ്മിയർ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള സൂട്ടബിൾ സാമ്പിൾ പ്രിപ്പറേഷൻസുകളുണ്ട്. 4 മെത്തേഡ്സുകളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. സ്പെസിമെൻ പ്രിപ്പറേഷൻസിൽ 4 മെത്തേഡ്സുകളാണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് സ്പെസിമെനെ ഒരു ഗ്ലൂട്ടറാൾഡിഹൈഡ് സൊല്യൂഷൻ വെച്ച് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സ് വിത്ത് ഗ്ലൂട്ടറാൾഡിഹൈഡ് ടു സ്റ്റെബിലൈസ് ദ സെൽ സ്ട്രക്ചർ.
Then after the stabilizing stabilizing the with the glutaraldehyde, we have to dehydrate the sample with organic solvent. Dehydrate the sample with organic solvent. അങ്ങനെ ചെയ്തതിനു ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യും? ഒരു അൺപോളിമറൈസ്ഡ് ലിക്വിഡ് എപ്പോക്സി പ്ലാസ്റ്റിക്കിലോട്ട് നമ്മൾ ഇതിനെ സോക്ക് ചെയ്യും. സോക്ക് ചെയ്യാന്ന് വെച്ചാൽ മുക്കി വെക്കുക എന്നുള്ളതാണ്. എന്തിലാണ്? അൺപോളിമറൈസ്ഡ് ലിക്വിഡ് എപ്പോക്സി പ്ലാസ്റ്റിക്സിലോട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്പെസിമെന്റെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു സോളിഡ് ബ്ലോക്ക് ആയിട്ടാണ് നമുക്ക് അപ്പോൾ ആ ഒരു സ്പെസിമെനെ നമുക്ക് കിട്ടുക. ഇങ്ങനെ കിട്ടിയിട്ടുള്ള ബ്ലോക്കിനെ നമ്മൾ ഡയമണ്ട് നൈഫ് യൂസ് ചെയ്തിട്ടാണ് തിൻ സെക്ഷൻസുകൾ, അൾട്രാ മൈക്രോട്ടോൺ എന്ന് പറയുന്ന ഡയമണ്ട് നൈഫ് യൂസ് ചെയ്തിട്ടാണ് തിൻ സെക്ഷൻസുകൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഹെവി മെറ്റൽസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ലെഡ് സിട്രേറ്റ് അല്ലെങ്കിൽ യുറാനിയൽ അസറ്റേറ്റ് പോലെയുള്ള ഹെവി മെറ്റൽസുകളാണ് ഇവിടെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു ഡൈയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം ആ സെല്ലിനെ നമ്മൾ ഗ്ലൂട്രാൽഡിഹൈഡ് വെച്ച് സ്റ്റെബിലൈസ് ചെയ്തു, ദെൻ അതിനെ ഓർഗാനിക് സോൾവെന്റ് വെച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്തു, അതിനെ അൺപോളിമറൈസ്ഡ് ലിക്വിഡ് എപ്പോക്സി പ്ലാസ്റ്റിക്കിൽ നമ്മൾ സോക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു ബ്ലോക്ക് കിട്ടി, ആ ഹാർഡൻ ആയിട്ടുള്ള ബ്ലോക്ക് കിട്ടി. ആ ബ്ലോക്കിൽ നിന്ന് നമ്മൾ അൾട്രാ മൈക്രോട്ടോം എന്ന് പറയുന്ന ഡയമണ്ട് നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനെ കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ് സിട്രേറ്റ് അല്ലെങ്കിൽ യുറാനിയൽ അസറ്റേറ്റ് വെച്ച് നമ്മൾ അതിനെ കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ ഒരു തിൻ ആയിട്ടുള്ള കോപ്പർ ഗ്രിഡിന്റെ മുകളിൽ, നമ്മൾ സാധാരണ കവർ സ്ലിപ്പ് അല്ലെങ്കിൽ സ്ലൈഡിന്റെ മുകളിലായിരുന്നു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ സ്പെസിമെൻ എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈനി കോപ്പർ ഗ്രിഡിന്റെ മുകളിൽ, ചെറിയ വയറിന്റെ മുകളിലാണ് ഈ ഒരു സ്പെസിമെൻ നമ്മൾ വെച്ചിട്ട് മൈക്രോസ്കോപ്പിന്റെ അകത്തോട്ട് വെക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സ്പെസിമെൻ വെക്കുന്ന ചേംബറിലോട്ട് നമ്മൾ വെക്കുന്നത് അങ്ങനെയാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ് ഫോർ സ്പെസിമെൻ പ്രിപ്പറേഷൻ. നെക്സ്റ്റ് വൺ മെത്തേഡ് 2 അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റെയിനിങ്. ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നെഗറ്റീവ് നമുക്ക് എങ്ങനെയാണ് കാണാം, അതുപോലുള്ള ഒരു ഒബ്സർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫോട്ടോ ടങ്സ്റ്റനിക് ആസിഡോ അല്ലെങ്കിൽ ലെഡോ യുറാനിയൽ അസറ്റേറ്റ് പോലെയുള്ള സാധനം വെച്ച് നമ്മൾ അതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക, സ്പെസിമിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ഏജൻസിനെ ഒന്നും സ്പെസിമിന്റെ അകത്തോട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ഈ പറയുന്ന ഫോട്ടോ ടങ്സ്റ്റനിക് ആസിഡ്, ലെഡ് അല്ലെങ്കിൽ യുറാനിയൽ അസറ്റേറ്റ് പോലെയുള്ള സാധനം കൊണ്ട് ഒരു കവറിങ് വരും. സ്പെസിമിൻ ഉള്ള സ്ഥലത്ത് അതിന്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു കവറിങ്ങും വരില്ല. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാം ബ്രൈറ്റ് ഫോട്ടോഗ്രാഫ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ സ്പെസിമെൻ മാത്രം അതിൽ എടുത്ത് കാണിക്കും, ബാക്കിയുള്ളത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അതിൽ സ്പെസിമെൻ ബ്രൈറ്റ് ഫോട്ടോഗ്രാഫ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് സാധാരണഗതിയിൽ വൈറസ്, ബാക്ടീരിയൽ ഗ്യാസ് വാക്യൂൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിമെൻ പ്രിപ്പറേഷൻ ആണ് മെത്തേഡ് 2 അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയും. ബാക്ക്ഗ്രൗണ്ടിനെ സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെന് ഇത് പെനട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ അകത്തൂടെ ഇലക്ട്രോൺ ട്രാൻസ്മിറ്റഡ് ആവും, ബാക്കിയുള്ള ഏരിയയുടെ ഇലക്ട്രോൺ ട്രാൻസ്മിറ്റഡ് ആവില്ല. അതുകൊണ്ട് ഡാർക്കിൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫോട്ടോഗ്രാഫ് ആയിട്ട് നമുക്ക് സ്പെസിമെനെ ഒബ്സർവ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ് 3 അല്ലെങ്കിൽ ഷാഡോയിങ്. ഷാഡോയിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ മാത്രം കോട്ട് ചെയ്യുക. എന്ത് വെച്ചാണ് കോട്ട് ചെയ്യുന്നത്? തിൻ ഫിലിം ഓഫ് പ്ലാറ്റിനം ഓർ എനി അതർ മെറ്റൽ ബൈ ഇവാപറേഷൻ മെത്തേഡ് അറ്റ് 45 ആംഗിൾ. ഒറിസോണ്ടലിൽ നിന്ന് 45 ആംഗിളിൽ ഒരു സ്പെസിമെനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ തിൻ ഫിലിം ഓഫ് പ്ലാറ്റിനം ഓർ എനി അതർ ഹെവി മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സൈഡിൽ മാത്രം കോട്ട് ചെയ്തതിനു ശേഷം കോട്ടഡ് സൈഡ് മാത്രം ഇലക്ട്രോണിനെ സ്കാറ്റർ ചെയ്യുകയും ആ സൈഡിൽ മാത്രം ലൈറ്റ് കളറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അൺകോട്ടഡ് സൈഡ് ആകുമ്പോൾ ഡാർക്ക് കളറിലും, കോട്ടഡ് സൈഡ് മാത്രം ലൈറ്റ് കളറിലും നമുക്ക് സ്പെസിമെന് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് മെത്തേഡ് ഈസ് മെയിൻലി യൂസ്ഡ് ടു സ്റ്റഡി വൈറസ് മോർഫോളജി, ബാക്ടീരിയൽ ഫ്ലജെല്ല ആൻഡ് പ്ലാസ്മിഡ്. നെക്സ്റ്റ് മെത്തേഡ് ഫ്രീസ് ഫ്രാക്ചർ ഓർ ഫ്രീസ് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഫ്രീസ് ഫ്രാക്ചർ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് പേര് പറയുന്ന പോലെ തന്നെ അതിനെ ലിക്വിഡ് നൈട്രജനിൽ ഫ്രോസൺ ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. -196 ഡിഗ്രി സെൽഷ്യസിലോട്ട് തണുപ്പിച്ച് ലിക്വിഡ് നൈട്രജൻസിലോട്ട് തണുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് സ്പെസിമെനെ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അതിനെ 100 ഡിഗ്രി സെൽഷ്യസിലോട്ട് വാം ചെയ്യിക്കുക. -196 കൂൾ ചെയ്തതിനു ശേഷം അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്, -100 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൊണ്ടുവരികയാണ്. ദെൻ
ലിക്വിഡ് നൈട്രജനിൽ പ്രീ കൂൾഡ് ആയിട്ടുള്ള ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഫ്രാക്ചർ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫ്രാക്ചർ ചെയ്യിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൈൻ ഓഫ് വീക്ക്നെസ്സിലായിരിക്കും അത് ഫ്രാക്ചർ ഉണ്ടാക്കുന്നത്. ലൈക്ക് ഒരു ഒരു സെല്ല് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ള ഭാഗത്തായിരിക്കും നമ്മൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രാക്ചർ വരാൻ, അങ്ങനെയുള്ള ഏരിയയിലാണ് അത് ഫ്രാക്ചർ വരിക എന്നുള്ളതാണ് ഇതിന്റെ ഫ്രീസ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ദെൻ ഫ്രീസ് ഇച്ചിങ് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫ്രീസ് ഇച്ചിങ് എന്ന് പറയുന്ന സമയത്ത് a specimen is left in vacuum for minutes so that the little eye sublimate and uncover the more structural features, and the exposed surface are shadowed and coated with a layer of platinum and carbon to form replica of the surface. After the specimen is removed chemically, the replica is studied with the transmission electron microscope so that we can observe a three-dimensional view of intracellular structure. അപ്പോൾ ഈ മെത്തേഡ് 4 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഫ്രീസ് ഇച്ചിങ് എന്ന് പറയുന്നത്, ഒരു 3-dimensional വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒബ്സർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്പെസിമെൻ പ്രിപ്പറേഷൻ ആണ് മെത്തേഡ് 4 എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്നുള്ളതാണ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 10,000 to 1,00,000 ടൈംസ് ആണ്. ആൻഡ് റെസൊല്യൂഷൻ പവർ ഇമ്പോർട്ടന്റ് ആണ്. ഏത് മൈക്രോസ്കോപ്പ് ചോദിക്കുന്ന സമയത്തും നമ്മൾ നിർബന്ധമായിട്ടും അതിന്റെ റെസൊല്യൂഷൻ പവർ എഴുതിയിട്ടുണ്ടാവണം. കാരണം ഈ രണ്ട് സാധനങ്ങളാണ് ഒരു മൈക്രോസ്കോപ്പിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 0.2 to 0.5 നാനോമീറ്റർ ആണ്. അത്രയും അടുത്തുള്ള രണ്ട് പോയിന്റിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പെസിമെനിലോട്ട് കൊടുക്കുന്ന ബീം, ഓക്കെ, നമ്മളൊരു ടങ്സ്റ്റൺ ഫിലമെന്റിൽ നിന്ന് ഇലക്ട്രോൺ ബീം ഉണ്ടാക്കി അതിനെ മാഗ്നറ്റിക് ലെൻസ് കണ്ടൻസർ യൂസ് ചെയ്ത് ഫോക്കസ് ചെയ്തു, സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യിച്ചു. അങ്ങനെ സ്പെസിമെൻ എന്ന് എമിറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ബീം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി ഇലക്ട്രോൺ ബീമിനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒരു 3D വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മോളർ ആണ്, സിംപിളർ ആണ്, കുറച്ചും കൂടി സിംപിളർ ആയിട്ടുള്ള ഒരു ഫോം ആണ്. സ്പെസിമെൻ പ്രിപ്പറേഷൻ ഈസ് ഈസി വെൻ കമ്പയർഡ് വിത്ത് ദ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ കോട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്തെടുക്കേണ്ടതോ അല്ലെങ്കിൽ എപ്പോക്സി യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് കോട്ടഡ് വിത്ത് തിൻ ലെയർ ഓഫ് മെറ്റൽ ടു പ്രിവെന്റ് ബിൽഡപ്പ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിന്റെ സ്പെസിമെൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആൻഡ് എയർ ഡ്രൈഡ് സ്പെസിമെൻ ആൾസോ ക്യാൻ ബി സ്റ്റഡിഡ് അണ്ടർ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞതിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ മാറ്റം വരാനുള്ളൂ. ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് യൂസ് ചെയ്യും. അതിനെ നമ്മളൊരു സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സ്പെസിമെൻ എന്ന് എമിറ്റ് ചെയ്യുന്ന സെക്കൻഡറി ഇലക്ട്രോൺ ബീമിനെ ഡിറ്റക്ടേഴ്സ് മെഷർ ചെയ്ത് അത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റാം. ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. സ്പെസിമെനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വരെ സെയിം ആണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വരുന്ന സമയത്ത് സ്പെസിമെനിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസുകൾ സ്പെസിമെനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ബീമിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലുള്ള പ്രിൻസിപ്പിളിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിനുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇവിടെ സ്പെസിമെനിലോട്ട് വന്ന് ഫോക്കസ് ചെയ്യുന്ന ഇലക്ട്രോൺ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ഇലക്ട്രോൺസിനെയാണ് ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലേസ് ട്യൂബ് എന്ന് പറയുന്ന ഡിറ്റക്ടേഴ്സുകൾ അത് പിന്നെ ഡിറ്റക്ട് ചെയ്ത് ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ബാക്കിയുള്ള പാരറ്റസുകളൊക്കെ സെയിം ആണ്. ദർ വിൽ ബി ആൻ ഇലക്ട്രോൺ ഗൺ, ദർ വിൽ ബി ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് കണ്ടൻസർ ഉണ്ട്. സ്പെസിമെനിൽ വന്നതിന് ശേഷം സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ ടെമ്മിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മാഗ്നിഫിക്കേഷൻ പവർ ആയാലും റെസൊല്യൂഷൻ പവർ ആയാലും കുറവുള്ള ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് സെം എന്ന് പറയുന്നത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 1000 to 10,000 എക്സ് മാത്രമാണ് അതിന്റെ മാഗ്നിഫൈയിങ് പവർ. നേരത്തെ നമ്മൾ 10,000 to 1,00,000 ആണ് ടെമ്മിന്റെ കാര്യത്തിൽ പറഞ്ഞ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കേസിൽ പറഞ്ഞത്. ഇവിടെ 1000 to 10,000 ആണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ. റെസൊല്യൂഷൻ പവർ എന്ന് പറയുന്നത് 5 to 10 നാനോമീറ്റർ ആണ്. നേരത്തെ 0.2 to 0.5 നാനോമീറ്റർ ആണ് നമ്മൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് പറഞ്ഞത്. ഇവിടെ ഇത് 5 to 10 നാനോമീറ്റർ ആണ്. ആൻഡ് ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് 3-dimensional ഇമേജസ് ഓഫ് അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഒക്കെ 3-dimensional സ്ട്രക്ചർ ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഓക്കെ,
Now, these are some questions from this topic. എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. വർക്കിംഗ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. വാട്ട് ആർ ദ റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ്, അത് മാത്രം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് റിസോൾവിംഗ് പവർ എന്ന് ചോദിച്ചിട്ട്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് 5 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, so that's all about the history, introduction and terms used in microscope and different types of microscope. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, എന്താണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, എന്താണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. These are the references: Microbiology by Prescott, then textbook of Microbiology by Anandanaran and Panikkar. ഈ 2 ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഈ ഒരു പോർഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, so that's all about the electron microscope. Okay.